ഈ ഫാസിസത്തിനെതിരെയും ഹിന്ദുത്വത്തിനെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും BJP സർക്കാരിനെതിരെയും ഒക്കെ വലിയ വായ്ത്താളം അടിക്കുന്നവരിൽ പ്രധാനിയാണ് നടൻ പ്രകാശ് രാജ്. ഒരു രക്ഷയില്ലല്ലോ അദ്ദേഹം ഒരു മോദി വിരുദ്ധരാണ്. അദ്ദേഹം ഇവിടുത്തെ CPM എല്ലാ ചടങ്ങുകൾക്കും പങ്കെടുക്കാനെത്തുന്നവരാണ്. അവരെ പ്രത്യേക സാംസ്കാരിക സമ്മേളനങ്ങൾക്കെല്ലാം അദ്ദേഹം വരും. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമായിട്ടാണ് അദ്ദേഹത്തെ ഇവരെല്ലാവരും എപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. സനാതന ധർമ്മത്തെ അപഹസിക്കുന്നു, അതുപോലെ നരേന്ദ്രമോദി സർക്കാരിനെ അപഹസിക്കുന്നു, എല്ലാത്തിനെയും പുള്ളി ട്രോളുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഈ അന്തം കമ്മി ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനായിട്ടുള്ള പ്രകാശ് രാജ്, അയാൾ ഫാസിസത്തെ ഭയങ്കര വിമർശിക്കുകയാണ്, ജനാധിപത്യത്തെ സ്വാഗതം ചെയ്യണം. പക്ഷേ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു അട്ടിമറിയാണ് ഇയാളിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നു. 3 സംസ്ഥാനങ്ങളിലായിട്ട് 4 വോട്ടർ കാർഡ്. അതെ, 4 വോട്ടർ കാർഡാണ്. ബാംഗ്ലൂർ മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് ഏത് രീതിയിൽ ഇയാൾ വന്നു? ഇയാൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെ കുറിച്ചും ഇവിടുത്തെ ഇലക്ഷൻ്റെ വോട്ടിംഗ് മെഷീൻ അട്ടിമറിയെക്കുറിച്ചും ഒക്കെ വാതോരാ സംസാരിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്യുന്ന കക്ഷിയാണ്. അതുപോലെ ധർമ്മസ്ഥല കേസ് ഇത്രയും കൊളവാക്കിയതിൽ ഇയാൾ വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. പിന്നീട് അത് ഒന്നുമല്ലാതെ പോയില്ലേ? വന്ന മുഴുവൻ കള്ളവരുന്നു, ആ ഒരു സ്ത്രീ വന്നവരുടെ തട്ടിപ്പുകാരിയായിരുന്നു എന്നെല്ലാം അവസാനം പുറത്തു വന്നില്ലേ? ഇയാളോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പോലും പിന്നീട് മൊഴി വന്നു ഈ പ്രകാശ് രാജിനോട്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവിടെ തലവയ്ക്കുന്ന കക്ഷികളാണ് ഇവരെല്ലാം. അതാണ് ഇയാളെ ഈ മറ്റേ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് സനാതന ധർമ്മം വന്നപ്പോൾ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ഒക്കെ ഈ സനാതന ധർമ്മത്തെ ഹിന്ദുത്വത്തെയൊക്കെ തള്ളിപ്പറയുകയും അതിനെ വളരെയധികം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്ത് സംസാരിച്ച ആളാണ്. സ്റ്റാലിൻ്റെ ഭാര്യ തളിപ്പറമ്പ് അവിടെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ വന്ന് പ്രത്യേക പൂജ നടത്തിയിട്ട് പോവുകയും ചെയ്തു. അത് പിന്നെ ഇവിടെ മൊത്തത്തിലുള്ളതല്ലേ, പിണറായി വിജയന്റെ വീട്ടുകാർ മുഴുവൻ ഇതിൽ കയറി ഇറങ്ങി നടക്കുക. നമ്മൾ എന്ത് പറഞ്ഞാലും പിണറായി വിജയൻ വന്നിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഈ ഏറ്റവും കൂടുതൽ തള്ളിയതിന് ശേഷം, ഏറ്റവും കൂടുതൽ തള്ളു നടത്തിയതിന് ശേഷം ഈ ഏറ്റവും കൂടുതൽ അപഹസിക്കപ്പെടേണ്ടി വരുന്ന ആൾക്കാരിൽ പ്രഥമനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഈ പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ പോകുന്നു, മകളും ഭാര്യയും കൂടെ തമിഴ്നാട്ടിൽ തഞ്ചാവൂരിൽ പോകുന്നു. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ട്, അവിടെ വിപരീത ഫലം. അവിടെ പ്രാർത്ഥിച്ചാലോ എന്തുണ്ടെന്ന് പറയുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണോ അവർ കസേര തെറിക്കുന്ന ഒരു കീഴ്വഴക്കം അവിടെ ഉള്ളതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതൊരു ഐതിഹ്യമാണ്, അതൊന്നും അറിയില്ല. എന്താണെങ്കിലും അതിനുശേഷം ഇവർക്ക് ഇരിക്കപ്പുറതി ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അതിൽ ഒരുത്തരാണ് ഈ സനാതന ധർമ്മത്തെ അപഹസിച്ച നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ. അപ്പം പ്രകാശ് രാജ് ഇത്രയും വലിയ ഡയലോഗുകൾ വിടുന്നു. മോദിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ചും ചലച്ചിത്ര പ്രവർത്തകനും ആക്ടിവിസ്റ്റും ഒക്കെ ആയി കഴിയുമ്പോൾ മാത്രമല്ല, ദക്ഷിണേന്ത്യ മാത്രമല്ല, അയാൾ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നടൻ. അയാൾ പാനിൻ്റെ നടനാണ്. അയാൾ എല്ലാ ഭാഷയിലും, മലയാളത്തിൽ എത്ര സിനിമ വെച്ചിട്ടുണ്ട്, തമിഴിൽ വിജയിൻ്റെ പല സിനിമയിലും വില്ലൻ വേഷത്തിലൊക്കെ അയാൾ ഒരുപാട് സിനിമയിൽ വന്നിട്ടുണ്ട്. കന്നഡത്തിലുണ്ട്. ബേസിക്കലി കന്നഡക്കാരനാണെന്നാണ് അദ്ദേഹം. അല്ല, മികച്ച നടനാണ്. നമുക്ക് ഒരു സംശയവുമില്ല. കാരണം മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും മലയാളത്തിലെ ഈ പാണ്ടിപ്പട എന്ന് പറയുന്ന സിനിമയൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു. അതുപോലെ തമിഴിൽ അതെ, നല്ല നടനാണ്. കാരണം നല്ല കൈവഴക്കം ഉള്ള ഒരു നടനാണ്. ഇപ്പം തമിഴിലെ സ്ഥിരം സ്റ്റാറുകളെ പോലെ ഓവർ ആക്ടിങ് ഒന്നുമില്ല, കഥാപാത്രത്തിൻ്റെ ഇതിന് ചേർന്ന് അഭിനയിക്കുന്ന ഒരു നടനാണ്. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് 4 ഐഡൻറ്റിറ്റി കാർഡുകളാണ് ഇദ്ദേഹത്തിന്, വോട്ടർ ID കാർഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 തവണ സമൻസ് അയച്ചു. ഈ 3 തവണയും സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ കൈപ്പറ്റത്തില്ല. ഇയാൾ കൈപ്പറ്റാതെ വന്നപ്പോഴാണ് ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം ഈ വായ്ത്താളം അടിക്കുന്ന പോലെ ആയിരിക്കരുത്. എന്താണ് വായ്ത്താളം അടിക്കുന്ന പോലെ ആയിരിക്കരുത് ഈ പരിപാടികൾ. പിന്നെ പറച്ചിലും പ്രവൃത്തിയും ഒന്നായിരിക്കും. പലരുടെയും പ്രശ്നം അതാണ്, ഇവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ബംഗളൂരുവിൽ ശാന്തിനഗർ, തെലങ്കാനയിലെ സെരിലിംഗം പള്ളി, തമിഴ്നാട്ടിലെ വേളാച്ചേരി എന്നിവിടങ്ങളിലായി പ്രകാശ് രാജിന് 4 വോട്ടർ ID കാർഡ്. ശേഷാദ്രിപുരം സ്വദേശി K ദിലീപ് കുമാർ പരാതി നൽകി. വേളാച്ചേരിയിൽ 2 വോട്ട് കൊണ്ട് ഇയാൾ ഇനി വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. പല സംസ്ഥാനങ്ങളിലല്ലേ, പല സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലെ, അതായത് കർണാടക അതുപോലെ തെലങ്കാന, തമിഴ്നാട്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. വേണമെങ്കിൽ ഇവിടെ ഇവന്മാർ ഇത് ഉണ്ടാക്കി കൊടുക്കും. പ്രമുഖനായതുകൊണ്ട് എല്ലാവരും കൂടെ പിടിക്കും. അപ്പോൾ ഇദ്ദേഹം എവിടെയൊക്കെ താമസിക്കുന്നോ അവിടെ എല്ലാം വോട്ടർ ID ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് പുള്ളിക്ക് ഒരു കുലുക്കവും ഇല്ല എന്നുള്ളതാണ്.
നമുക്കിതൊക്കെ ആകാം എന്നുള്ളതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അന്തം കമ്മികളല്ല, അന്തം കമ്മികൾക്ക് ഇതൊക്കെ ആകാം. അതെ, ഇത് ഏറ്റെടുക്കാൻ ഇതിപ്പോൾ ഇത് ഈ സ്ഥാനത്ത് ജോയി മാത്യു എന്ന് പറഞ്ഞ നമുക്ക് ഒരു നടനുണ്ട്. അതെ, ജോയി മാത്യു അമ്മയറിയാൻ എന്ന സിനിമയിൽ നായകൻ ജോൺ എബ്രഹാമിൻ്റെ. ജോയി മാത്യു ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്ന അദ്ദേഹം. അതേപോലെ ഹരീഷ് പേരടി എന്ന് പറഞ്ഞ് മികച്ച നടനുണ്ട്. അദ്ദേഹവും എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഈ ഇടത് സർക്കാരിനെ, അതായത് ഇടതുപക്ഷക്കാരനാണ്, പക്ഷേ ഇടത് സർക്കാരിനെ അയാൾ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അയാൾ BJP സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇയാൾ BJPയെ മാത്രമാണ് വിമർശിക്കുന്നത്. BJP വിമർശിക്കുന്നത് അട്ടിമറിയെക്കുറിച്ചും പിന്നെ വർഗീയതയെക്കുറിച്ചും വോട്ടിംഗ് മെഷീൻ്റെ തിരിമറിയെക്കുറിച്ചും ഒക്കെയാണ് ഇയാൾ പറയുന്നത്, കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് ഈ രാജ്യത്ത് എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള പ്രസ്താവനകളെല്ലാം ഇയാൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമായിരുന്നു ഈ ധർമ്മസ്ഥലയിലെ മൃതദേഹം കുഴിച്ചിട്ടുമായി ബന്ധപ്പെട്ട് ഇയാളാണ് ഏറ്റവും രംഗത്തിറങ്ങി ഈ പ്രശ്നം ഉണ്ടാക്കിയത്. പ്രസ്താവന മാത്രമല്ല, കമലഹാസൻ അദ്ദേഹം ഒരു ഇടതുപക്ഷ ഒരു അനുകൂലിയാണെങ്കിൽ പോലും അദ്ദേഹം ഇത്തരം വിവാദങ്ങൾ ഒരിക്കലും ചെന്ന് പെടാറില്ല. ഇല്ല, അതിൻ്റെ പ്രധാന ജോലി അഭിനയം തന്നെയാണ്. അതിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, അത് വിജയിച്ചില്ല. ഇപ്പോൾ രാജ്യസഭാ അംഗമാണ്. DMK അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചു. എങ്കിൽ പോലും അദ്ദേഹം ഈ വിവാദങ്ങളിൽ ചെന്ന് വിവാദം ഉണ്ടാക്കി ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇടപെടാറില്ല. കമലഹാസൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ പ്രകാശ് രാജ് അല്ലത്, പുള്ളിക്ക് ദിവസം വിവാദം വേണം. ഈ വിവാദത്തിലാണ് പുള്ളി പിടിച്ചു നിൽക്കുന്നത്. ഈ ഇതിനിടയ്ക്ക് വേറൊരു രസമുണ്ട്. കഴിഞ്ഞ 18-ന് ധർമ്മസ്ഥല വിവാദത്തിൽ പ്രകാശ് രാജ് 18-ന് പോലീസ് വാർത്താ സമ്മേളനം നടത്തി ബാംഗ്ലൂരുവിൽ. അന്നേരം പോലീസ് ഇദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം അവർ മറന്നുപോയി. ഈ വാറണ്ടുള്ള പ്രതിക്ക് പോലീസ് അന്ന് സുരക്ഷ കൊടുത്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, BJP അല്ല, നിങ്ങൾ ഓർത്താണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതെ, അപ്പൊ അദ്ദേഹത്തിന് ഇന്ത്യ മുന്നണിയാണല്ലോ. കേരളം വിട്ടു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ ഒന്നല്ലേ, ഒക്കെ ചങ്ങായിമാരല്ലേ, ഇന്ത്യ മുന്നണിയല്ലേ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ പ്രകാശ് രാജിന് അന്ന് ഈ എന്താ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, MM മണി 1, 2, 3 കേസിൽ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു. അന്നേരം ആഭ്യന്തരമന്ത്രിയുടെ മകൻ്റെ കല്യാണം തൊടുപുഴയിൽ. അവിടെ നോക്കുമ്പോൾ ഈ പിടികിട്ടാപ്പുള്ളിയായ MM മണിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ തോളെ കൈയിട്ടുകൊണ്ട് വേദി നിൽക്കും. കല്യാണത്തിന് വന്നതാ. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന IG പത്മകുമാറിനാണ്. ഈ പത്മകുമാറും പാർട്ടിയുണ്ട്. ഇതിൻ്റെ മുമ്പിൽ കൂടെ തെക്ക് വടക്ക് നടക്കുന്നു. ഉന്നത പോലീസ് കേസ് അന്വേഷിക്കുന്ന SIT സഹിതം, SITയുടെ DYSP നടക്കുന്നത്. ദാ നിൽക്കുന്നു പിടികിട്ടാപ്പുള്ളി പിന്നെ ആഭ്യന്തരമന്ത്രിയുടെ തോളെ കൈ വിട്ടുകൊണ്ട്. പിറ്റേന്ന് മംഗളം മാത്രം വാർത്തയടിച്ചു. ഞാൻ തൊടുപുഴ ജില്ലയിലെ ഞങ്ങൾ മാത്രം വാർത്തയടിച്ചു. ആഭ്യന്തരമന്ത്രി പിടികിട്ടാപ്പുള്ളി ആഭ്യന്തരമന്ത്രി തോളെ കൈയിട്ടു, കല്യാണത്തിൽ പങ്കെടുത്തു. ചീത്ത വിളിച്ചില്ല, അന്ന് രാത്രി പൊക്കി പുള്ളിയെ. അന്ന് രാത്രി പുള്ളിയെ പൊക്കേണ്ടി വന്നു. അതിൻ്റെ തെറി മുഴുവൻ പിന്നീട് പുള്ളി പറഞ്ഞു നമ്മൾ കേട്ടത്. കാരണം ഇത് എല്ലാവർക്കും ഈ വാർത്ത കൊടുക്കാൻ മറ്റു മാധ്യമങ്ങൾക്കൊക്കെ ഭയമായിരുന്നു. ആരും അത് കൊടുത്തില്ല. കാരണം പിടികിട്ടാപ്പുള്ളി വന്ന് നിൽക്കുന്നു. മാത്രമല്ല, മണിയാശാൻ ഇടുക്കിയിലെ മുടി ചൂടാവാനാണ്. അപ്പോൾ നമ്മളെന്തായാലും വാർത്ത 1-ാം പേജിൽ കൊടുത്തു. ദേ മണിയാശാൻ എന്താണ്ടായിരിക്കുന്നു, പിടികിട്ടാപ്പുള്ളി ആഭ്യന്തരമന്ത്രി തോളെ കൈയിട്ട്. അത് തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി. അങ്ങനെ അന്ന് ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ പോലെയുണ്ട്. ഇത് ഈ പറഞ്ഞ പ്രകാശ് രാജ് ഈ വാറണ്ടുള്ള പ്രതിയാണ്. എന്നിട്ട് പോലീസ് അയാളുടെ ചുറ്റിനും നിന്ന് അയാൾക്ക് സംരക്ഷണം കൊടുത്ത് അയാൾക്ക് പത്രസമ്മേളനത്തിൽ വിശദീകരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്ന. ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ മോദി ആരും ശരിയല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ആദ്യം ഒരു ആളിനെ നേരെ വിരലുകൊണ്ടും വേറെ വിരലുകൊണ്ടും ബാക്കി നമ്മളെ നേരെ ചൂണ്ടിയിരിക്കുകയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. ജനാധിപത്യം അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. ഈ പുള്ളിക്ക് എത്ര തിരിച്ചറിയാം? 4 കാർഡ് കൊണ്ട് കിടക്കുകയാണ്. 4 വോട്ടർ സംസ്ഥാനങ്ങൾ 4 കാർഡുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഇല്ല, വിശദീകരിക്കില്ലല്ലോ. ഈ 4 കാർഡ് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളുടെ പ്രചരണമാണെന്ന് പറഞ്ഞാൽ അതാ. അപ്പൊ ഇനി വേറൊരു കാര്യമുണ്ട്. ഇതിനു വേണ്ടിയാണ് SIR കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ളവന്മാരെ വെട്ടാൻ വേണ്ടിയാണ്. അതിനെതിരെ നടപടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടവർ പ്രക്ഷോഭം നടത്തിയവന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതേപോലെ എല്ലാ സംസ്ഥാനത്തും വോട്ടർ എന്നിട്ട് ഒരുപാട് പേരെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നൊരു വലിയ ഷോയൊക്കെ നടത്തിയല്ലോ. അതെ, ഈ ഷോ നടത്തിയതല്ല എന്താ സംഭവിച്ചത്? അതുകൊണ്ട് SIR വെട്ടിയതുകൊണ്ട് എന്താ സംഭവിച്ചത്? SIR വെട്ടിയത് കൊണ്ട് കൃത്യമായ വോട്ടിംഗ് നടന്നു. മമതയുടെ കസേര തെറിച്ചു. കേരളത്തിൽ പിണറായി വിജയന്റെ കസേര തെറിച്ചു. ഈ കണ്ണൂർ മേഖലയിലൊക്കെ ഒറിജിനൽ വോട്ടുകൾ മാത്രമാണ് വീണത്. ഇല്ലാത്ത വോട്ടുകളൊന്നും വീഴാൻ പറ്റിയില്ല. വോട്ടേഴ്സിറ്റി പേരൊക്കെ ഉണ്ടെങ്കിലല്ലേ കള്ളവോട്ട് ചെയ്യാൻ പറ്റൂ. അതും ഇല്ലാതായി പോയി. അപ്പോൾ ഇത്തരം പ്രവർത്തികൾക്ക് എതിരെ സംസാരിച്ച് ജനാധിപത്യത്തിൻ്റെ കാവലാളായിട്ട് അതിൻ്റെ ഒരു വിസിൽ ബ്ലോവറായിട്ട് നിൽക്കുന്ന
ഈ പ്രകാശ് രാജിനെ പോലുള്ള അന്തം കമ്മികൾ, അങ്ങനെ തന്നെ നമുക്ക് ഇവർ വിളിക്കാൻ പറ്റൂ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ചെലവിൽ സുഖമായിട്ട് മോദി വിരുദ്ധതയും രാജ്യവിരുദ്ധതയും പ്രചരിപ്പിക്കും. ഇവർ രാജ്യവിരുദ്ധ മോദി എന്ന് പറഞ്ഞിട്ട് ഇവർ രാജ്യവിരുദ്ധതയാണ്. നമ്മൾ പറയാറില്ലേ കട്ടിങ് സൗത്ത് ഒക്കെ പോലെയുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ഇവിടെ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി നടക്കുന്ന ആൾ പോലും ഉണ്ട്. അക്കൂട്ടത്തിൻ്റെയൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഈ പ്രകാശ് രാജ്. നമുക്ക് ബാക്കിയുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ഒരാളാണ് ഈ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും പ്രകാശ് രാജിനെ ഉടനടി അറസ്റ്റ് ചെയ്ത് ഈ ID കാർഡ് കൊടുത്തവനെയും പിടിക്കണം, ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യവും പരിശോധിക്കണം, അതിനുശേഷം ഇയാളെയൊക്കെ ജയിലിലടയ്ക്കുകയും വേണം. അതാണ് വേണ്ടത്. മറ്റൊന്നും കൊണ്ടല്ല, ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾ സർക്കാരിനെ ഒരേ സമയം വിമർശിക്കുകയും തങ്ങൾ ഒന്നാന്തര നിയമലംഘനം നടത്തുകയും ചെയ്യുമ്പോൾ ഇവരൊക്കെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നമ്മൾ കൂടി ചിന്തിക്കേണ്ടതാണ്.